നിങ്ങൾക്ക് ഇവിടെ ഒരു ബോൾ കാണാൻ പറ്റും. ഈ ബോളിന് മുകളിൽ കയറി നിന്ന് ഞാൻ ചില അഭ്യാസങ്ങൾ കാണിക്കാൻ പോവാണ്. ഇതെങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര സിമ്പിളൊന്നുമല്ല, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതെങ്ങനെ ആർക്കും ചെയ്യാനൊന്നും പറ്റില്ല. ഇത് വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല, അത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ മേലെ പലക വെച്ച് അതിൻ്റെ മേലെ നിന്ന് കുറേ അഭ്യാസങ്ങൾ. ഞാൻ ഇതിൻ്റെ മേലെ നിന്ന് റുബിക്സ് ക്യൂബ്, ബോൾ ജഗ്ലിങ്, പിന്നെ റിംഗ് ജഗ്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് പുറകെ ഞാൻ കുറേ ഡൈസ് സ്റ്റാക്കിങ്, മാജിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും നന്ദന് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നന്ദൻ്റെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നന്ദൻ ഇതിന്റെ മുകളിൽ നിന്നിട്ട് ഈ ക്യൂബ്സ് സോൾവ് ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പൊ ആദ്യം ഏതാ ചെയ്യുന്നേ? ആദ്യം നമുക്ക് പിരമിഡ്. ഓക്കെ. ഓക്കെ, സെറ്റ്. ഗുഡ്. ഇനി 2 ക്യൂബുകൾ കൂടി ഉണ്ട്. രണ്ടും ഒന്നിച്ചാണോ ചെയ്യുന്നത്? എങ്ങനെയാ? അല്ല, നമുക്ക് ഓരോന്ന്. ഓക്കെ. ഞാനിത് 1 മിനിറ്റിൽ 35 ചെയ്തിട്ടാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ അവാർഡും കിട്ടിയത്. ഇപ്പം ഞാൻ 1 മിനിറ്റിൽ 50 ചെയ്യും. നമ്മുടെ നന്ദൻ പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് നമ്മുടെ നന്ദൻ. അപ്പോൾ നന്ദൻ ഇപ്പം വേറെ എന്തോ ഒരു ഐറ്റം കൂടി ചെയ്യുന്നുണ്ട്. നന്ദൻ ശരിക്കും ഇത് എന്താണിത്? ഇതിന് ഡയബോളോ എന്നാണ് പറയുക. ഈ 2 കോലും ഇതിലുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങും വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ശരി, ഇതൊരു ഗെയിമിംഗ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് വെളി രാജ്യങ്ങളിൽ ഇതൊരു സ്പോർട്ടും കൂടിയാണ്. ഇതിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇത് 8 മാസമായിട്ടുള്ളൂ. ഇതും യൂട്യൂബിൽ നോക്കിയാണോ പഠിച്ചത്? അതെ. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങിച്ചതോ? വാങ്ങിച്ചത് ഇത് ഇന്ത്യയിൽ കിട്ടും, പക്ഷെ ചീപ്പായിരിക്കും. അപ്പോൾ ഇത് UK എന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരനായ മനോജ് വർട്ടുള്ള ഒരു ഏട്ടനാണ് എനിക്കിത് വാങ്ങിച്ചു തന്നത്. അതെ, ഇനി എന്താ അടുത്തായിട്ട് ചെയ്യാൻ പോണേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡൈസ് സ്റ്റാക്കിംഗ് ആണ്. ഇത് നോർമൽ പ്ലാസ്റ്റിക്കിന്റെ ഡൈസ് ആണ്. ഇതിന് ഞാൻ ഈ ഗ്ലാസും വെച്ചിട്ട് 4 സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ്. അതായത് ഇങ്ങനെ ഒരേ നിലയിൽ ഇങ്ങനെ നിർത്തും, ടവർ പോലെ നിർത്തിയിട്ട് അതിനെ അങ്ങനെ എടുത്ത് ഈ കുപ്പീന്റെ മേലെയുള്ള ഈ ചെറിയ ഡപ്പന്റെ മേലെ ഞാൻ ഓക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുമോ? ഓക്കെ. ശരിക്കും ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കാണിച്ചു അല്ലേ? അപ്പം ഈ ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ കുറേ നാളായോ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ആദ്യം തുടങ്ങിയത് സ്കേറ്റിംഗ് എന്ന് വെച്ചിട്ടായിരുന്നു. അത് ഞാൻ തുടങ്ങിയത് 3ാമത്തെ വയസ്സിലായിരുന്നു. അതിന്ന് ഞാൻ അങ്ങനെ കുറച്ച് വർക്കൗട്ട് തുടങ്ങി. അങ്ങനെ ഓരോ ഇതുപോലത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ വന്നു. ഇതൊക്കെ പഠിക്കാൻ എത്ര നാളെടുത്തു? ഡൈസ് സ്റ്റാക്കിങ് ഞാൻ ജസ്റ്റ് വെറുതെ നിർത്താൻ ഒരു 6 മന്ത്സ് വരെ എടുത്തു, അതൊന്ന് മാസ്റ്റർ ആവാൻ. പിന്നെ ഈ കുപ്പീൻ്റെ മേലെ നിർത്താൻ കുറേ ടൈം എടുത്തു. പിന്നെ അത് ഒരു ലെവലിലായപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഈ മൂടി വെച്ച് നിർത്താൻ തുടങ്ങി. ശരിക്കും ഇതെങ്ങനെ, ഇതിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? ഇത് നമ്മൾ സാധാ ഡൈസ് തന്നെ ഉപയോഗിക്കുക. റൗണ്ട് ഡൈസിനെക്കാട്ടിലും നല്ലത് കുറച്ച് ഷാർപ്പ് എഡ്ജഡ് ആയതായിരിക്കും. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അത് ബാലൻസ് ആയിട്ട് അത് നിൽക്കും.
ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചത് ശരിക്കും? ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടും അങ്ങനെ കുറെ റിസർച്ച് ഒക്കെ എല്ലാം യൂട്യൂബിൽ നോക്കിയാണോ പഠിച്ചത്? എല്ലാം അങ്ങനെയല്ല, പിന്നെ മാസ്റ്റേഴ്സിന്റെ അവിടെയൊക്കെ പോയിട്ടും കുംഫു, കളരി അങ്ങനത്തെ ഒക്കെ. ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടാണ്. ഇതിപ്പോ അച്ഛനും ആരെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ, അതോ മോന് തന്നെ യൂട്യൂബ് കണ്ടപ്പോ ഒരു ഓക്കെ എനിക്കിത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്ന് അങ്ങനെ ചെയ്തതാണോ? എനിക്ക് തന്നെ തോന്നിയിട്ടില്ല, അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ യോഗ, കുംഫു, കളരി, ഡൈസ് സ്റ്റാക്കിംഗ്, റുബിക്സ് ക്യൂബ്, യോയോ, ഡയബോളോ അങ്ങനെ കുറെ കാര്യങ്ങൾ, ജഗ്ലിംഗ് അങ്ങനത്തെ ഒക്കെ പഠിച്ചു. ഹോഴ്സ് റൈഡിങ് എല്ലാം ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പം 7ാം ക്ലാസ്സിലല്ലേ? ഇപ്പൊ എത്ര വയസ്സാണ്? ഇപ്പൊ 12 വയസ്സ്. 12ാമത്തെ വയസ്സായപ്പോഴത്തേക്കും എന്താണ് ഇനി ഒന്നും പഠിക്കാൻ ബാക്കിയില്ലെന്ന് തോന്നുന്നില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഇപ്പോഴേ ചെയ്യാൻ, അതും ഈ 12 വയസ്സിൽ ഹോഴ്സ് റൈഡിംഗ്? 12 വയസ്സിലായിരുന്നില്ലേ, 8ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പൈലറ്റ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. തൃശ്ശൂർ റയാൻ എയറിലാണ് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്ത്. ഈ സമ്മർ ക്യാമ്പിന് ഞാൻ അറ്റൻഡ് ചെയ്തു. 12ാമത്തെ വയസ്സിൽ പൈലറ്റ് ട്രെയിനിങ്ങിന് വരെ പോകാൻ തുടങ്ങിയല്ലേ? തൃശ്ശൂര്. തൃശ്ശൂർ. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ അവർ നടത്തി തരുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡയറക്റ്റ് പൈലറ്റിൽ ഇപ്പൊ ഇവന് എയറോപ്ലെയിനിൽ കയറിയിട്ടാണ്, എങ്ങനെയാണ് അവിടെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാ? ഇപ്പോ കേരളത്തെ ഇല്ല എന്നാ തോന്നുന്നത്. ഈ ഫസ്റ്റ് സിമുലേറ്റർ ട്രെയിനിങ് റയാൻ എയറിലാണ് ഉള്ളത്. അതെന്താ വെച്ചാൽ നമുക്ക് ശരിക്കും ഒരു ഫ്ലൈറ്റിൽ ഇരിക്കണ പോലെ തന്നെ ഉണ്ടാവും. അത് ഒരു സ്ക്രീനാണ്. സ്ക്രീനിൽ പ്ലെയിൻ്റെതും പിന്നെ ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒറിജിനൽ വെച്ച് അതിനെ കൺട്രോൾ ചെയ്ത് ശരിക്കും എന്താണോ ഫ്ലൈറ്റ് നമ്മൾ പറത്തണേ അതേപോലെ അതിൽ പറത്താം. അങ്ങനെ ട്രെയിനിങ്. ഇപ്പോൾ ഒരു പ്ലെയിൻ കയ്യിൽ കിട്ടിയ പറത്താനുള്ള രീതിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഞാൻ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് പഠിക്കാൻ, ശരിയാക്കാൻ. അപ്പോൾ ഒരു പൈലറ്റ് ആവണം എന്നുള്ളതാണ് ആംബിഷൻ. കൂടെ എനിക്കൊരു സിവിൽ സർവീസ് ഓഫീസർ ആവണം എന്നും ആഗ്രഹമുണ്ട്. ഒരാളെ കൊണ്ട് എന്തൊക്കെ പറ്റൂടാ. 3ാമത്തെ വയസ്സിലാണ് അവൻ ഈ സ്കേറ്റിംഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത്. ഇപ്പോൾ സ്കേറ്റിംഗ് വാങ്ങിക്കൊടുത്ത് അവൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. അതിന് ശേഷമാണ് നമ്മളൊരു മാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യങ്ങളും അവൻ വേണമെന്ന് പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ സ്വന്തമായി പഠിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാം മാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പഠിപ്പിക്കാറ്. അവൻ പറയുന്നതിനനുസരിച്ച് അച്ഛൻ ഓരോന്നും ചെയ്തു കൊടുക്കാറുണ്ട്. എന്താണോ വേണമെന്ന് ചോദിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അവൻ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. ഹോഴ്സ് റൈഡിങ് മാത്രം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് ഫോക്കസ് ചെയ്ത് അത് മാത്രം ഞാൻ അവർക്കത് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു. ബാക്കി ഏകദേശം എല്ലാതും പിള്ളേരുടെ തന്നെ ടേസ്റ്റിൽ പോയതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നന്ദൻ്റെ കയ്യിലുണ്ട്. യോഗ, കുംഫു, കളരിപ്പയറ്റ്, മാജിക്, പിന്നെന്താണ് ഹോഴ്സ് റൈഡിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് മാജിക് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ മാജിക് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ഇവിടെ 2 പേര് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അവരെ വെച്ചിട്ടാണ് നമ്മൾ ഇനി മാജിക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാജിക് കാണാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻവിസിബിൾ ടച്ച് എന്ന് അതിനെ പറയുക. ഞാൻ ഒരു അങ്കിളിനെ തൊടും, പക്ഷെ വേറെ അങ്കിൾക്കും അത് ഫീൽ ചെയ്യും. ഇപ്പോൾ 2 അങ്കിൾമേൽ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഇരിക്കുക. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ടച്ച് ഫീൽ ചെയ്താൽ ജസ്റ്റ് അതൊന്ന് റിമെമ്പർ ചെയ്ത് വെക്കുക. എവിടെയാണ് ടച്ച് ഫീൽ ചെയ്ത് എന്നൊക്കെ വിചാരിക്കുക. എല്ലാവരും ഫുള്ള് ബോഡി റിലാക്സ് ആക്കുക. ഇനി ജസ്റ്റ് 2 പേരും ഒന്ന് കണ്ണ് തുറക്കുക. അപ്പോൾ അങ്കിൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്കിൾക്ക് എന്തായിരുന്നു ഫീൽ? എനിക്ക് മൂക്കിന്റെ ടച്ച് ചെയ്ത പോലെ ഫീൽ ചെയ്തു. എങ്ങനെയായിരുന്നു? ഒരു മാന്തിയ പോലെ അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ അങ്കിളിനെ തൊട്ടിട്ടില്ല. ശരിക്കോ? സീരിയസ്ലി നല്ല നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പുറമേ ഉണ്ട്. ഇവരെവിടെ എത്തിച്ചേരേണ്ടതെന്ന് ഞങ്ങൾക്കേ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ഐ റിക്വസ്റ്റ് അവരിനെ നല്ല രീതിയിൽ എത്തിക്കാനുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.